ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ മല്ലു ഡ്രാമ ലവർ. അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്വേർഡ് ആൻഡ് ഫെയറി 4-ന്റെ 9th എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങളേക്ക് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിർത്തിയത് നമ്മുടെ സീം വന്നിട്ട് അവൻ്റെ ഒരു ആത്മാവായിട്ട് അവനൊരു കൊടൂരമായ സ്ഥലത്ത് എത്തുന്നതാട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഈ എപ്പിസോഡ് നോക്കുമ്പോഴത്തേക്ക് അവൻ കാണുന്നതെന്ന് വെച്ചാൽ അവിടെ കുറേ കൂട് പോലത്തെ സംഭവങ്ങൾ, കുറേ 3000 കൂടുകൾ പോലെ കാണുന്നുണ്ട്. അപ്പോഴത്തേക്ക് അവന് മനസ്സിലാവും കേട്ടോ, താഴെ ഉറങ്ങിക്കിടക്കുന്നവരുടെ എല്ലാവരുടെയും ആത്മാവ് ഈ കൂടുകളിലാണെന്നുള്ളത് നമ്മുടെ സീങ്ങിന് മനസ്സിലാവും. അപ്പോഴത്തേക്ക് നമ്മുടെ സീങ് അവിടെ രണ്ടുപേരും സംസാരിക്കുന്ന വെച്ച് കേൾക്കുന്നുണ്ട്. അത് വേറെ ആരുടെയും അല്ല കേട്ടോ, ആ ഒരു ചീത്ത ശക്തിയുടെയും നാഗനിയുടെയും ശബ്ദമായിരിക്കും. അപ്പോൾ ആ രണ്ടുപേരും സംസാരിക്കുന്നത് നമ്മുടെ ലിൻഷ സംസാരിക്കുന്ന പോലുള്ള വാക്കുകളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സീങ്ങിനെല്ലാം മനസ്സിലാവും കേട്ടോ. അവൻ പെട്ടെന്ന് തന്നെ അവൻ്റെ സ്വയം രൂപം എടുത്തിട്ട് അവൻ വീണ്ടും പഴയ രൂപത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ മാംഗ്ലി ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയത്, നമ്മുടെ സീങ്ങിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സീങ് പറയുന്നുണ്ട് ലിൻഷയും ഈ ഒരു സംഭവത്തിൽ പെട്ട് കിടക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്ന വാർത്തകളൊക്കെ നമുക്ക് ഇനി കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മാംഗ്ലി പെട്ടെന്ന് ഇങ്ങനെ തല ഇറങ്ങി ഇങ്ങനെ വീഴാൻ പോകാന്നുണ്ടോ കാണിക്കുന്നത്. ആ സമയത്ത് പൂജാരി പറയുന്നുണ്ട് ഇവക്ക് നിന്റെ മാത്രം ശക്തി കൊടുത്താൽ അവൾക്ക് എണീക്കാൻ പറ്റത്തില്ല, ഞാനും കൂടി പവർ തരാം, നമുക്ക് രണ്ടുപേരെയും പവർ കൊടുത്താൽ മാത്രമാണ് ഇവൾക്ക് ആ പവർ തിരിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സീങ്ങും പൂജാരിയും കൂടി പവർ കൊടുത്തിട്ട് നമ്മുടെ പെങ്കൊച്ചിനെ ഉഷാറാക്കുന്നുണ്ട് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ലിൻഷയും അതുപോലെ ടിയാനും കൂടി ഒരു ഹോട്ടലിൽ വന്നിരിക്കുന്നുണ്ട്. നമ്മുടെ ലിൻഷയാണെന്നുണ്ടെങ്കിൽ ടിയാനെ ബ്രെയിൻ വാഷ് ചെയ്യാണ്, വേറെ സ്ഥലത്തേക്ക് പോകാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ അതൊന്നും മൈൻഡാക്കാണ്ട് പറയുന്നുണ്ട് എങ്ങനെയുണ്ട് ഫുഡ്, അടിപൊളിയല്ലേ, നമുക്കെന്നാൽ മാംഗ്ലിനെയും സീങ്ങിനെയും വിളിച്ചിട്ട് ഫുഡ് കൊടുത്താലും തന്നെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ലിൻഷേൻ്റെ ഉള്ളിലുള്ള ഒരു ചീത്ത ശക്തിയുണ്ടോ പറയുന്നത്, എനിക്ക് നിൻ്റെ കൂടെ ഇരിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ എൻ്റെ കൂടെയോ തനിയോ കേൾക്കാൻ നല്ല രസമുണ്ടെന്നൊക്കെ ടിയാൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ലിൻഷ പറയുന്നുണ്ട് നമുക്കിനി വൈൻ ഓർഡർ ചെയ്താലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവരിന്ന് വൈൻ ഓർഡർ ചെയ്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ മാംഗ്ലി ആണെന്നുണ്ടെങ്കിൽ എണീക്കുന്നുണ്ട് പവറൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക്. അപ്പോൾ മാംഗ്ലി പറയുന്നുണ്ട് നമുക്ക് അവരെ രക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ സീങ് പറയുന്നുണ്ട് നീ പേടിക്കണ്ട, ഞാൻ ടിയാൻ്റെ കയ്യിലൊരു സിഗ്നൽ കൊടുത്തിട്ടുണ്ട്, അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ ആ സിഗ്നൽ ഉപയോഗിച്ചോളും എന്നൊക്കെ എന്നെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പൂജാരി പറയുമ്പോൾ അത് ശരിയാണ്, നീ ഇനി പോയി റെസ്റ്റ് എടുക്കാൻ പറയും കേട്ടോ. അടുത്ത സീരിയലിൽ നമ്മുടെ ടിയാനാണെങ്കിൽ ഇവൾക്ക് ഇഷ്ടമുള്ള മീൻ ഫ്രൈ ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. പക്ഷേ ഇവളുടെ ദേഹത്തുള്ള ഒരു ചീത്ത ശക്തിക്ക് ഒരിക്കലും അതൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവൾ പറയും ഇല്ല ഇതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല, എങ്ങനെയാണ് ഉയിരിനെ കൊന്നിട്ട് ഇങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റുന്നെങ്കിൽ പറയുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ പറയുന്നത് നിനക്ക് എന്താ വട്ടായോ, നീ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നല്ലോ എന്നുള്ള രീതിയിൽ നമ്മുടെ ടിയാൻ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ലിൻഷ പറയുന്നുണ്ട് എനിക്കിതൊന്നും വേണ്ടത് എന്നിട്ടുള്ള ഇങ്ങനെ വൈൻ കുടിക്കുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ടിയാനെല്ലാം മനസ്സിലാവും. ടിയാൻ പറയും എനിക്കറിയാം നീ ലിൻഷയുടെ ശരീരത്തിൽ നാഗന്യ നീ പുറത്തേക്ക് പോ എന്നൊക്കെ നമ്മുടെ ടിയാൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ നാഗന്യ പറയുന്നുണ്ട് ഇല്ല ഞാൻ വന്നു കയറിയിരിക്കുന്നത് നമ്മുടെ ലിൻഷയുടെ ശരീരത്തിലാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അവളുടെ കയ്യിലുള്ള ഒരു ബോട്ടിൽ പൊട്ടിച്ചിട്ട് ഇവളുടെ ശരീരം മുറിക്കുന്നുണ്ട്. പറയുന്നുണ്ട് ഞാനാണെങ്കിലും മുറിക്കുന്നത് നിന്റെ ലിൻഷയുടെ ശരീരമാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ടിയാന് വേണ്ടിയിട്ട് ദേഷ്യം വരും കേട്ടോ. എന്നിട്ട് ഈ ലിൻഷ പറയുന്നുണ്ട് നീ എൻ്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടിയാനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ നമ്മുടെ സീങ്ങിനൊക്കെ ആ ഒരു സിഗ്നൽ വിട്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സീങ്ങിന് കിട്ടിയിട്ടുണ്ടാവും. സീങ് പറയുമ്പോൾ ആ സിഗ്നൽ കിട്ടി വായിന് നമുക്ക് അവരെ രക്ഷിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അടുത്ത സീനിൽ നമ്മുടെ ടിയാനെ കൂടിയിട്ട് ലിൻഷയുടെ ശരീരത്തിലുള്ള നാഗന്യ വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അവിടെ ഒരു ചീത്ത ശക്തി വരുന്നുണ്ട്, പറയുന്നുണ്ട് നിന്റെ വാൾ ഞങ്ങൾക്ക് തരണം എന്ന് പറയുന്നിട്ട് നമ്മുടെ ആ നാഗന്യക ലിൻഷയുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ലിൻഷയാണെന്നുണ്ടെങ്കിൽ അപ്പോഴത്തേക്കും ബോധം കെട്ടി വീണിട്ടുണ്ടാവും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് വാൾ തരാം, പക്ഷെ ലിൻഷനെ സേഫായിട്ട് എൻ്റെ കയ്യിൽ തരണം എന്ന് പറയുമ്പോഴത്തേക്കും അവന് പറയും ഓക്കെ നിനക്ക് തരാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഇവനിങ്ങനെ വാൾ കൊടുക്കാൻ പോകുമ്പോഴത്തേക്കും ആ ചീത്ത ശക്തിൻ്റെ ദേഹത്തുള്ള ഒരു ചെയിനിൽ കാണുന്നതിൽ അവന് മനസ്സിലാവും കേട്ടോ, അതിനകത്ത് ആ മുത്തിൻ്റെ അതേ ഡിസൈൻ തന്നെയായിരിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കന് മനസ്സിലാവും നീയാണല്ലേ എല്ലാവരെയും ഓർക്കി കിടത്തിയിരിക്കുന്ന ചീത്ത ശക്തി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറയും അതെ ഞാനാണ്, പക്ഷെ ലിൻഷൻ്റെ ശരീരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഞാൻ മാറ്റണമെന്ന് പറഞ്ഞിട്ട് അവരൊരു മന്ത്രം ചൊല്ലുമ്പോഴത്തേക്കും നമ്മുടെ ലിൻഷൻ്റെ ബോധമൊക്കെ തെളിഞ്ഞു വരും. പക്ഷേ ലിൻഷൻ്റെ റോബോട്ടിനെ പോലെ കേട്ടോ പെരുമാറുക. അപ്പോഴത്തേക്ക് ടിയാനും സന്തോഷം കൊണ്ട് ഞാൻ പറയും എനിക്കിത് മതി എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു വാള് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ടിയാൻ ലിൻഷൻ്റെ അടുത്ത് പോയിട്ട് ലിൻഷ നിനക്കൊന്നുമില്ല നീ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നത് കേട്ടോ. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ചീത്ത ശക്തി അവൻ്റെ കയ്യിൽ നല്ല ശക്തിയുള്ള ഒരു ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് ആ ഒരു വാൾ എടുക്കുന്നുണ്ട്. എന്നിട്ട് അവർ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഒരു കാട് പോലെ മനോഹരമായ ഒരു സ്ഥലത്താണ് കേട്ടോ. അവിടെ ഒരാളെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാള് കൊടുക്കുമ്പോഴത്തേക്കും അതിനൊരു എന്താ പറയുക രത്നമുള്ള സംഭവം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആ ചീത്ത ശക്തി നാഗനയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്, നീയാണ് ഇതിനെ എല്ലാത്തിനും കൂട്ടുന്നത്, അപ്പം നിനക്കാണെന്ന് പറഞ്ഞിട്ട് നാഗനയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ആ നാഗിനിയാണ് വല്ല സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ടിയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിങ്ഷനെ വിളിക്കുന്നുണ്ട്. ലിങ്ഷ നീ ഓക്കെ അല്ലേ, നീ എണീക്കെന്ന് പറയുമ്പോഴത്തേക്കും ഇവളുടെ ആത്മാവ്, ആ കൂടിനുള്ള ആത്മാവ് മാത്രമായിരിക്കും കേട്ടോ ടിയാൻ ടിയാൻ എന്ന് പറഞ്ഞ് എണീക്കുന്നുണ്ടാവുക. പക്ഷെ ഇവളാണെന്നുണ്ടെങ്കിൽ വെറുതെ കണ്ണ് തുറന്ന് ഇങ്ങനെ റോബോട്ടിനെ പോലെ നോക്കുന്നേ ഉണ്ടാവുള്ളൂ കേട്ടോ. അടുത്ത നിമിഷം തന്നെ ഇവരെല്ലാവരും വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ പൂജാരി ഒരു ശക്തി ഉപയോഗിച്ച് നോക്കുമ്പോഴത്തേക്കും പൂജാരി പറയും ഇതിനകത്ത് ഇവളുടെ ശരിക്കുള്ള ആത്മാവില്ല, ഇവളെ വേറെ ഒരു രൂപം മാത്രമേ ഉള്ളൂ, ഇവർക്ക് കണ്ണ് തുറക്കാൻ മാത്രമേ സാധിക്കുള്ളൂ, എന്നിട്ട് നിങ്ങളുടെ വാള് കൊണ്ട് പോയാന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സീൻ ചോദിക്കും നീ എന്തിനു വേണ്ടിയിട്ടാണ് ആ വാള് കൊടുത്തത്, വാളിന്റെ ആ ഒരു വാല്യൂ നിനക്ക് അറിയാമെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ പറയുന്നുണ്ട് എനിക്ക് അതിനേക്കാളും വലുതാണ് എൻ്റെ ലിൻഷയുടെ ജീവൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സീൻ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ആ വാള് കണ്ടുപിടിക്കണം, അതിനുള്ള പിന്നിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ സീൻ ആണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് നിനക്കൊന്നും വരെടുത്തെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇവളുടെ ആത്മാവിനെ കേട്ടോ കാണിക്കുന്നത്. ആത്മാവാണെങ്കിൽ ആ കൂടുതൽ ഇരുന്നിട്ട് ഇങ്ങനെ സങ്കടപ്പെടണം. കാരണം ടിയാൻ അവൾക്ക് വേണ്ടിയിട്ട് അവന്റെ എല്ലാം തന്നെ കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ എന്താണ് ഇവളെ കൊണ്ട് തന്നെ ടിയാൻ എന്തൊക്കെയോ ആപത്ത് വരാൻ പോകുന്നുണ്ടെന്ന് ഇവൾക്ക് മനസ്സിലാവട്ടെ. അപ്പോൾ ഇവളിങ്ങനെ പറയുന്നുണ്ട് ടിയാൻ വേണമെന്ന് പറയുമെങ്കിലും ടിയാൻ അത് കേൾക്കാൻ സാധിക്കുന്നുണ്ടാവില്ല കേട്ടോ. അപ്പോഴേക്കും ഇവളിങ്ങനെ നിന്നൊക്കെ അറിയുന്നുണ്ട് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് വെച്ചാൽ ആ ഒരു ചീത്തശക്തി ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്ന കേട്ടോ കാണിക്കുന്നത്. രണ്ടാളിങ്ങനെ പറയുന്നുണ്ട് ഇനി ഈ മന്ത്രം ഉപയോഗിച്ചിട്ട് ഇനിയും 3000 ആൾക്കാരുടെ ആത്മാവിനെ ഞാൻ പിടിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും ആ സമയത്ത് തന്നെ നമ്മുടെ ടിയാനും സീയും ഒക്കെ അവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആ ചീത്തശക്തി പറയുന്നുണ്ടോ ഇവരെന്നെ കൊണ്ട് ഭയങ്കര ടോർച്ചറാണല്ലോ എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു വലിയൊരു വാൾ ഉപയോഗിച്ചിട്ട് ഇവരെ നശിപ്പിക്കാനൊക്കെ നോക്കിയിട്ട് ഒരു വലിയൊരു ഫൈറ്റ് ഒക്കെ നടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ടിയാനാണെങ്കിൽ അവൻ്റെ അമ്പം വില്ലൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെ ആ ചീത്തശക്തിയുടെ മേത്തേക്ക് വിടുമ്പോഴത്തേക്കും അവൻ്റെ കയ്യിലുള്ള ആ ഒരു രക്തം താഴെ വീണ് ഉടയുന്നതായിട്ടോ കാണിക്കുന്നത്. അത് ഉടഞ്ഞു കഴിയുമ്പോഴത്തേക്കും നാഗിനി അത് എടുക്കുന്നുണ്ട്. പക്ഷെ അത് ഉടഞ്ഞതുകൊണ്ട് തന്നെ നാഗിനിയുടെ എല്ലാ പവറും പോയിട്ട് അവരവിടെ നിന്ന് മാഞ്ഞു പോകുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ ഇവർ തമ്മിൽ നമ്മുടെ ചീത്ത ആൾക്കാരും അതുപോലെ നമ്മുടെ പൂജാരിൻ്റെയും സീൻ്റെ ആൾക്കാരും വന്നിട്ട് വലിയൊരു ഫൈറ്റ് എടുക്കാൻ പോകണം കേട്ടോ. അപ്പോഴത്തേക്കും ആ ചീത്ത ശക്തി പറയുന്നുണ്ട് നിങ്ങൾ എന്നെ കൊല്ലാൻ നോക്കിയാൽ എൻ്റെ കയ്യിലുള്ള രത്നത്തിലുള്ള 3000 പേരുടെയും ആ ഒരു ജീവൻ ഞാൻ ഇല്ലാതാക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ടിയാനും അതിനെ പേടിയാവും. കാരണം ലിങ്ഷേൻ്റെ ആത്മാവും അവരുടെ കൂട്ടത്തിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ലിങ്ഷയ്ക്ക് എന്തെങ്കിലും പറ്റുന്നുള്ള പേടിയാണ് കേട്ടോ നമ്മുടെ ടിയാൻ ഉണ്ടാവും. അപ്പോഴത്തേക്കും ആ ചീത്ത ശക്തി പറയുന്നുണ്ട് വാ നീ ഞങ്ങളോട് ഫൈറ്റ് ചെയ്യാം, എന്നാലേ ആ 3000 പേരെ നമുക്ക് നശിപ്പിക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയുന്നുണ്ട് കേട്ടോ ലിങ്ഷേന്റെ ആത്മാവിനെ പോലെ തന്നെയാണ് എനിക്ക് ആ 3000 പേരുടെ ആത്മാവ് നിന്നെ പറയുന്നുണ്ട് കേട്ടോ. അതേ സമയത്ത് നമ്മുടെ ലിങ്ഷന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നുണ്ട് നിന്റെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ നീ രക്ഷിക്കേണ്ടത് ഈ ഭൂമിയെ തന്നെയാണ്, നീ അതിനുവേണ്ടി എന്തും ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ടിയാനും ആ ഒരു ഓർമ്മ വരാണ് കേട്ടോ. അച്ഛൻ പറഞ്ഞ ഓർമ്മ വരാണ്. അങ്ങനെ അവരിൽ നിന്ന് ഫൈറ്റ് ചെയ്യാനായിട്ട് ആരംഭിക്കുകയാണ്. ആ സമയം നമ്മുടെ ടിയാൻ പറയുന്നുണ്ട് ആ രത്നം നീ എനിക്ക് തന്നേ പറ്റുമോ നശിപ്പിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും മറ്റുള്ള ആൾക്കാർക്ക് പറയുന്നുണ്ട് നശിപ്പിച്ചു കഴിഞ്ഞാൽ വലിയൊരു ആപത്ത് എനിക്ക് സംഭവിക്കുന്ന പറഞ്ഞാലും ടിയാൻ പറയുന്നൊന്നും സാരില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അടുത്ത സീനിൽ കാണുന്നത് വെച്ചാൽ നമ്മുടെ മാംഗ്ലി നമ്മുടെ ലിങ്ഷനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കിടത്താൻ അവളുടെ പവറൊക്കെ കൊടുത്തിട്ട് അവളൊന്ന് ഉഷാറാക്കാൻ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷ വീണ്ടും പഴയ പോലെ തന്നെ ആവാണ്. രക്തമൊക്കെ ഛർദ്ദിച്ചിട്ട് വീണ്ടും മയങ്ങി പോവാണ് കേട്ടോ. അതേ സമയത്ത് തന്നെ നമ്മുടെ ലിങ്ഷേന്റെ ആത്മാവ് നിന്ന് കരയുന്നുണ്ട്. പിന്നെ കാണുന്നത് വെച്ചാൽ നമ്മുടെ ടിയാനെ അതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു ആത്മാക്കളുടെ ഉള്ളിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ ചീത്ത ശക്തി വന്നിട്ട് അവൻ്റെ ആ ഒരു വാൾ ഉപയോഗിച്ചിട്ട് ടിയാനെ കൊല്ലപ്പെടുത്താൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വാള് നമ്മുടെ ടിയാന്റെ ദേഹത്ത് കയറുന്നുണ്ട്. അങ്ങനെ ടിയാനാണെന്നുണ്ടെങ്കിൽ അത് സഹിക്കാൻ പറ്റാണ്ട് അവിടെ നിന്ന് രക്തം ഛർദ്ദിച്ചിട്ട് താഴേക്ക് വീണ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ആ ചീത്ത ശക്തി ചിരിക്കുന്നുണ്ട്. ഇതാണ് അതിന്റെ ശക്തി എന്നുള്ള രീതിയിൽ ചീത്ത ശക്തി ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ നമ്മുടെ ലിങ്ഷന്റെ ആത്മാവിനും ഒട്ടും തന്നെ പറ്റുന്നുണ്ടാവില്ല. അവളും ഇങ്ങനെ മയങ്ങി പോകുന്നുണ്ട്. എന്നാലും ആ മയക്കത്തിലും അവൾ പറയുന്നുണ്ട് ടിയാൻ എഴുന്നേക്കെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ എണീറ്റ് വരുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ടിയാൻ എണീറ്റ് വന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് എന്റെ ശക്തി മൊത്തം കാണിച്ചിടാന്ന് പറഞ്ഞിട്ട് അവന്റെ വലിയൊരു പവർ എന്നോട് കാണിക്കുന്നുണ്ട് കേട്ടോ. അവന്റെ ഭയങ്കരമായ ശക്തി ഉപയോഗിച്ചിട്ട് ആ ചീത്ത ശക്തിനെ മുഖത്തേക്ക് ഇങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ചീത്ത ശക്തി ആ വാൾ ഉപയോഗിച്ചിട്ട് ടിയാന്റെ നെഞ്ചത്തേക്ക് കുത്തി കയറ്റുന്നുണ്ട്. എന്നിട്ട് ആ ചീത്ത ശക്തി പറയുന്നുണ്ട് ഈ വാൾ നിന്റെ ദേഹത്ത് കയറുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉടമസ്ഥൻ നീ അല്ലാന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതേസമയം തന്നെ ടിയാന്റെ ദേഹത്തേക്ക് ആ വാള് കുത്തി ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ടിയാൻ പറയുന്നത് നിനക്ക് അതിന് സാധിക്കില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചീത്ത ശക്തി പറയുന്നുണ്ട് നിനക്ക് ഇനിയും ഇത്രയും പവർ ആവുന്നൊക്കെ എന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ ആണെങ്കിൽ ഇനി നിനക്ക് എന്റെ പവർ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവന്റെ കഴുത്തിലുള്ള ആ ചെയിൻ ആ ഒരു രത്നമുള്ള ചെയിൻ പൊടിച്ചെടുത്തിട്ട് പറയും ഇനി നിനക്ക് ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് തന്നെ നമ്മുടെ ചീത്ത ശക്തിയുടെ പവറൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ. അവൻ പിടിക്കുന്ന വാള് പോലും അവന് മര്യാദ പിടിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അവന്റെ കൈയൊക്കെ ഇങ്ങനെ ഫ്രീസ് ആയി പോകും. ആ സമയത്ത് തന്നെ നമ്മുടെ ചെക്കനാണെന്നുണ്ടെങ്കിൽ ആ വാളിന്റെ അറ്റം കൊണ്ടിട്ട് ഇവനെ ഇങ്ങനെ കുത്തി കയറ്റാറുണ്ട് ഇവന്റെ ശരീരത്തിലേക്ക്. അപ്പോഴത്തേക്കും ഇവന്റെ എല്ലാ എനർജിയും പോയിട്ടുണ്ടാവും, ശക്തിയൊക്കെ പോയിട്ടുണ്ടാവും. അങ്ങനെ ആ ഒരു ചീത്ത ശക്തി മരണപ്പെട്ടു പോകുന്ന കേട്ടോ കാണിക്കുന്നത്. അതേസമയം തന്നെ ആ ഒരു 3000 ആത്മാക്കളും തിരികെ അവരുടെ രൂപത്തിലേക്ക് പോവാണ് കേട്ടോ. അവരുടെ ശരീരത്തിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ ലിങ്ഷേന്റെ ആത്മാവ് അവളുടെ ശരീരത്തിൽ പോയിട്ട് അവൾക്ക് ഇങ്ങനെ ഓർമ്മയൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ലിങ്ഷ പറയുന്നുണ്ട് എനിക്കെന്തൊരു മയക്കം പോലെ സംഭവിച്ചു, നമ്മുടെ ടിയാൻ ഒരുപാട് സഹിച്ചിട്ടുണ്ട്, അവന് എന്താ പറ്റുക, അവൻ ഇപ്പോൾ ഓക്കെ ആണെന്ന് തന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ സീൻ വരുന്നുണ്ട് കേട്ടോ.
എന്നിട്ട് പറയും അവനെ എന്താണ് അടി ഏറ്റിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് അവനൊട്ടും വയ്യ, അവനെ ഇനി ഡിസ്റ്റർബ് ചെയ്ത് അവൻ റെസ്റ്റ് എടുക്കട്ടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ലിൻഷ പറയുമ്പോൾ എനിക്ക് അവനെ കണ്ടേ പെടുത്തുന്നുണ്ട്, അവൻ കിടക്കുന്നിടത്തേക്ക് പോകട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മുടെ ചെക്കനാണെങ്കിൽ മരണത്തിനോട് മല്ലിട്ട് കിടക്കായിരിക്കും, കുറേ ബ്ലഡൊക്കെ പോകുന്നുണ്ടാവട്ടെ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ചാണെങ്കിൽ ഓടി വന്ന സീനോട് ചോദിക്കും ഇനി എന്താ ചെയ്യാൻ, എന്തെങ്കിലും കാണിച്ച് രക്ഷപ്പെടുത്തണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ സീൻ പറയും രക്ഷപ്പെടുത്തുന്ന ഒരു വഴിയുണ്ട്, പക്ഷെ അത് അപകടം പിടിച്ച വഴിയാണ്. ആ വാങ്ഷു വാളിൽ ഒരുപാട് എക്സ്ട്രീംലി കോൾഡ് ആണ്, അതുകൊണ്ട് തന്നെ ആ കോൾഡ് എല്ലാം അവൻ്റെ ശരീരത്തിലേക്ക് കയറിയിരിക്കുന്നത്. അപ്പോൾ അത് എടുത്ത് കളയാനായിട്ട് ഒരാളെ തന്നെ വേണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് പക്ഷെ ഇത് ആരെ കൊണ്ട് സാധിക്കും എന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് പറയും ഞാനത് ഏറ്റെടുത്തോളാം, എൻ്റെ ശരീരം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇത്രയും കഷ്ടപ്പെട്ടത്, അപ്പം ഞാനല്ല അവനെ രക്ഷിക്കേണ്ടത്, ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ അവൻ്റെ അടുത്ത് പോയിരിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ ശരീരത്തിലുള്ള എല്ലാ കൂളും ഇവളുടെ ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ നമ്മുടെ ടിയാൻ്റെ ശരീരത്തിലെല്ലാം പോയിട്ട് അവനിങ്ങനെ എണീറ്റ് വരുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് ഇങ്ങനെ വിളിക്കുന്നുണ്ട് ടിയാൻ നീ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചിട്ട് ആ സമയത്ത് തന്നെ നമ്മുടെ പെങ്കൊച്ചിൻ്റെ കൈയൊക്കെ ഫ്രീസ് ആയിട്ട് അവളും ടിയാനെ പോലെ തളർന്ന് വീഴുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ പെങ്കൊച്ച് കിടക്കുന്നതും ടിയാൻ ഇവളെ എണീക്കുന്നതും നോക്കിയിരിക്കുന്നതുണ്ടോ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ സീങ് ഇവർക്ക് വേണ്ടിയുള്ള മരുന്ന് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇവിടെ മാഗ്ലിയോട് പറയുന്നുണ്ട് ഈ മരുന്ന് നീ അവർക്ക് കൊണ്ട് കൊടുക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു അസിസ്റ്റന്റിനെ കാണിക്കുന്നുണ്ട് കേട്ടോ. ആ അസിസ്റ്റന്റ് വന്നിട്ട് നമ്മുടെ സീനോട് പറയുന്നുണ്ട് ഇവിടെയുള്ള എല്ലാവരും തന്നെ എണീറ്റു, പക്ഷെ ഒരു സ്ത്രീ മാത്രം 9 വർഷമായിട്ട് ഉറക്കം തന്നെയാന്ന് എന്നെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും സീനെ ഞെട്ടിട്ട് 9 വർഷമായിട്ട് ഉറക്കം തന്നെയാണോ എന്ന് നമുക്ക് പോയി കാണാതെ എന്നെ പറയും കേട്ടോ. എന്നിട്ട് അവൻ്റെ കയ്യിലുള്ള ആ ഒരു കെട്ട മുത്ത് ജ്വലിക്കുന്നതായിരിക്കും കാണുന്നുണ്ടാവും. അപ്പം തന്നെ ആ സീങ്ങും അത് കൊണ്ടുപോയിട്ട് നമ്മുടെ ലിൻഷേൻ്റെ അടുത്തേക്ക് ചെല്ലാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ സീങ് പറയുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ലിൻഷ ഓർക്കത്തിന് എന്നിട്ട് ഒരു ഓക്വേർഡ് ആയിട്ട് സംസാരിക്കും. അതായത് എന്താണ് നിങ്ങളൊക്കെ ആരാണ്, ഞാൻ എന്താ എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ടിയാൻ ചോദിക്കുന്നത് ലിൻഷ എന്ത് പറയുന്നത് ചോദിക്കുമ്പോഴത്തേക്കും ആ പെണ്ണിനെ പറയുന്നുണ്ട് ലിൻഷയോ, എൻ്റെ പേര് ലിൻഷ എന്നല്ല എന്ന് പറഞ്ഞിട്ട് ആ 9 വർഷം ഉറങ്ങിക്കിടന്ന ആ പെണ്ണിൻ്റെ പേരൊക്കെയാണ് പറയുന്നുണ്ടാവും. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ഇവരെല്ലാവരും ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ലിൻഷനെ വിളിക്കുന്ന ആ പെണ്ണിനെ പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെടുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ പറയും നീ പുറത്തേക്ക് പോകരുത്, പക്ഷെ നിന്റെ ശരീരത്തിലുള്ള ആത്മാവ് നീയാണെങ്കിലും ആ ശരീരം ലിൻഷയുടെ എന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങനൊരു കണ്ണടിന് മുമ്പിൽ കൊണ്ട് എടുത്തായിരിക്കും കേട്ടോ. അപ്പോഴത്തേക്ക് ആ പെണ്ണ് പറയുന്നത് ശരിയാണ് എൻ്റെ രൂപം ഇതല്ല, പക്ഷെ ഞാൻ കാണുന്നതിൽ ഒരു കനവ് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ അവളുടെ കാര്യം പറയുകയാണ്. എന്നിട്ട് പറയുകയാണ് എൻ്റെ പേര് മിൻഷു എന്നാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പെണ്ണ്. എന്നിട്ട് അവളുടെ ഫ്ലാഷ് ബാക്ക് പറയണം, അതായത് അവൾ നല്ലൊരു ബിസിനസ് ഫാമിലി തന്നെ ജനിച്ചത്, അവർ നല്ലൊരു പണക്കാരനെ അവളെ കെട്ടിച്ചു കൊടുത്തു. അതിന് ശേഷം അവൾക്ക് ഉറക്കം വരുന്ന സമയത്ത് ഇവളൊരാളായിട്ട് ഉറക്കം വരാൻ വേണ്ടിയിട്ട് ഒരു പൂജാരിൻ്റെ അടുത്ത് പോയപ്പോഴത്തേക്കും അയാൾ ഇവൾക്ക് വേണ്ടിയിട്ട് ഒരു മുത്ത് പോലത്തെ ഒരു സംഭവം കൊടുത്തിട്ട് പറഞ്ഞു ഇത് കിടക്കുന്ന തലേൻ്റെ അടിയിൽ വെച്ചിട്ട് കിടക്കണം, അത് നിനക്ക് നല്ല കനവൊക്കെ കാണത്തുള്ളൂ എന്നൊക്കെ എന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ അത് വാങ്ങിച്ചിട്ട് അവൾ വീട്ടിൽ പോകുന്നുണ്ട്. അങ്ങനെ അവൾ കിടക്കുമ്പോഴത്തേക്കും അവൾക്ക് എപ്പോഴും കുഴപ്പമുള്ളൊരു കനവ് തന്നെയായിരിക്കും കാണുന്നുണ്ടാവും. അവൾ ഇങ്ങനെ എട്ടി എണീക്കുമ്പോഴത്തേക്കും അവളിങ്ങനെ ഭർത്താവിനോട് പറയുന്നുണ്ട് എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഭർത്താവ് ജോലിക്ക് വേണ്ടി പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഒരു 2 വേലക്കാരി പെണ്ണുങ്ങൾ നിന്റെ അമ്മക്കും അച്ഛനും ബർത്ത്ഡേ ആണെന്ന് പറയുന്നുണ്ട്. ഇതിലാണ് എനിക്ക് ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ വരുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഇത് തന്നെയാണോ സത്യത്തിൽ നടന്നതെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ ആ ലിൻഷൻ്റെ ദേഹത്തുള്ള ആ പെണ്ണ് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സീൻ പറയുന്നുണ്ട് അതൊന്നും ശരിയാവത്തില്ല, നിന്റെ കനവും സത്യവും വേറെയാണ്, നമുക്കതൊക്കെ പിന്നീട് ആലോചിക്കാം, നീ ഇപ്പോൾ റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലിൻഷനകത്ത് എടുത്തിട്ട് ഇവരെല്ലാവരും കൂടി പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവർ 3 ആളുകളും സംസാരിക്കുകയാണ്. ഇവരുടെ അമ്മയും അച്ഛനെയും കണ്ടുപിടിച്ച് കൊടുക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ടിയാൻ പറയുന്നുണ്ട് 9 വർഷം മുന്നേ അവരുടെ അച്ഛനും അമ്മയും മരിച്ചു പോയിട്ടുണ്ടാവും എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മാംഗ്ലി പറയുന്നുണ്ട് അങ്ങനെയൊന്നും പാടില്ല, അവളുടെ കനവ് പോലെ തന്നെ ആവണം, അവൾക്ക് അവളുടെ ജീവിതം തിരിച്ചു കൊടുക്കണം എന്നൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് 2 പേരിങ്ങനെ ഓടി വരുന്നുണ്ട്. എന്നിട്ട് അവരിങ്ങനെ പറയുന്നുണ്ട് ആ 9 വർഷം ഉറങ്ങിക്കിടന്ന പെണ്ണിൻ്റെ ബോഡി ഭയങ്കരമായിട്ട് വീക്കാണ്, അവർ ചിലപ്പോൾ മരിച്ചു പോകാനായിട്ട് സാധ്യത ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ പറയുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പറ്റുന്നത് ലിൻഷയ്ക്ക് ആയിരിക്കും, അതൊന്നും സംഭവിച്ചുകൂടാന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് അന്വേഷിക്കാൻ പോകുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. അതോടെയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് ഇഷ്ടമായിരുന്നെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അടുത്ത വീട്ടിൽ കാണുന്നതായിരിക്കും. ഇറ്റ്സ് സൈനിങ് ഓഫ് തസ്നി, ബൈ.